ഞാനും നിങ്ങളൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്. അതായത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ചിൽ ചെയ്തിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്ക് നെഞ്ചിൽ കല്ലെടുത്ത് വെച്ച പോലത്തെ ഒരു ഭാരം. എന്നാൽ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എന്തെങ്കിലും മറന്നു വെച്ചോ, മറന്നു പോയോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു കാര്യവും കാണില്ല. എന്നാൽ മനസ്സങ്ങോട്ട് ശാന്തമാകുന്നില്ല. അതുപോലത്തെ ഒരു അവസ്ഥ. ഇതിൻ്റെ പിന്നിലെ റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ലിറ്ററലി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും ബ്രെയിൻ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും അപകടം വരാനുണ്ടോ, എന്തെങ്കിലും കാര്യം ഡേഞ്ചറായിട്ട് സംഭവിക്കുമോ എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ വീട്ടിൽ നായക്കുട്ടിയൊക്കെ പോലെ. ഇപ്പോൾ ഡോഗ്സിനെ വളർത്തുന്നവർക്കാണെങ്കിൽ അറിയാം, ഡോഗ്സ് ഈവൻ ഉറങ്ങുവാണെങ്കിൽ പോലും അവർ കുറച്ച് അലേർട്ടായിരിക്കും. ചില സമയത്ത് കുറക്കുമ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കാണത്തില്ല. അപ്പോൾ ഇതുപോലെ പ്രത്യക്ഷത്തിൽ വിസിബിൾ അല്ലാത്ത ചില റീസൺ ഈ ഒരു ആൻസൈറ്റിയുടെ പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു ടെൻഷൻ്റെ പുറകിലുണ്ട്. അപ്പോൾ റീസൺ നമ്പർ 1, പ്രത്യക്ഷത്തിൽ കാര്യമൊന്നും ഇല്ലെങ്കിലും കുറച്ച് നാളുകളായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ സ്ട്രെസ്ഡ് ആയിരിക്കാം. രണ്ടാമത്തെ കാര്യം, നടന്നതും നടക്കാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഓവർ തിങ്കിങ്. മൂന്നാമത്തെ ഒരു റീസൺ നമുക്ക് പറയാവുന്നതാണ്, കുറേ നാളുകളായിട്ട് ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ബാക്സ് ഒന്നിനു പുറകെ ഒന്നായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നത് കൊണ്ടും അതിലുണ്ടായിരുന്ന ചില മോശം അനുഭവങ്ങളൊക്കെ കാരണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഹീൽ ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു ആൻസൈറ്റി റാൻഡം ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇറ്റ്സ് എ പാറ്റേൺ യുവർ ബ്രെയിൻ ഓൾറെഡി ലേൺഡ്. നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഇതിൻ്റെ പുറകിലുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇത്തരം പെട്ടെന്നുണ്ടാകുന്ന ടെൻഷനെ, പെട്ടെന്നുണ്ടാകുന്ന ഈ കൈൻഡ് ഓഫ് ആൻസൈറ്റിയെ നമ്മളൊരു അവസരമായിട്ട് യൂസ് ചെയ്യണം. ഹീൽ ചെയ്യാത്ത അല്ലെങ്കിൽ സപ്രസ് ചെയ്തിരിക്കുന്ന നമ്മളുടെ കുറേ കാര്യങ്ങളെ ഹീൽ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട്, ചില കാര്യങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യണം. പോസ് ഫോർ എ മൊമെന്റ് ആൻഡ് ആസ്ക് യുവർ സെൽഫ്, ശരിക്കും എന്തെങ്കിലും അപകടം സംഭവിക്കാനുണ്ടോ, ശരിക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതോ എൻ്റെ ബ്രെയിൻ റിയാക്ട് ചെയ്യുന്നതാണോ? ഇത്തരം ആൻസൈറ്റിയും ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ലോജിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മളൊരു അവയർനെസ് ബിൽഡ് ചെയ്യുകയാണ്. ആൻഡ് നമ്മുടെ ബ്രെയിനെ നമ്മൾ കാം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ റാൻഡം ആയിട്ട് ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ആൻസൈറ്റി ഒക്കെ വരുമ്പോൾ യു ഹാവ് ടു റിമെമ്പർ വൺ തിങ്, യു ആർ നോട്ട് ബ്രോക്കൺ, യുവർ ബ്രെയിൻ ഈസ് ജസ്റ്റ് ട്രൈങ് ടു പ്രൊട്ടക്റ്റ് യു. കുറച്ച് അധികം എന്ന് വിചാരിച്ചാൽ മതി.